രാധാകൃഷ്ണൻ ചേട്ടൻ്റെ വളരെ അടുത്ത സുഹൃത്തായ ശ്രീ ഇ.സി. തോമസ് ആണ് നമ്മുടെ അടുത്ത അതിഥി. ഇ.സി. തോമസുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പഴക്കവും ആ ബന്ധത്തിൻ്റെ തുടക്കം എങ്ങനെയാണെന്നൊക്കെ രാധാകൃഷ്ണൻ ചേട്ടൻ തന്നെ നമ്മളോട് പറയും. ഒരു കലാകാരന്മാരുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു ഒരു സമയത്ത്. അതിലൊരാളായിരുന്നു ശ്രീ ഇ.സി. തോമസും. ഞാൻ അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ആനയിക്കുന്നു. ഒരു കാലത്ത് ലളിത സംഗീതം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളൊരു ഗ്രൂപ്പുണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ പ്രധാനമായിട്ട് വന്ന് കാര്യങ്ങൾ ചെയ്ത് തന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായി ഇ.സി. തോമസ്. ഞാൻ രാധാകൃഷ്ണനെ ആദ്യമേ പരിചയപ്പെടുന്നത് 35 കൊല്ലം മുമ്പാണ്. അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ ചെല്ലുന്നത്. രാധാകൃഷ്ണനും അനിയൻ ശ്രീകുമാരനും സഹോദരിക്ക് ആ ചിരി ഇപ്പോഴും നിഷ്കളങ്കമായ ചിരിയാണ്. അത് ഇന്നും ആ കുടുംബത്തിലുള്ള ഒരു ഐശ്വര്യം, അമ്മയുടെ അതേ ചിരി. അമ്മ എപ്പോഴും ചിരിച്ചുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. ആ ഐശ്വര്യം അവിടെ കുടുംബത്തിൽ പോയില്ല. ചിരി ഇന്നും അവർ സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ ഭാര്യയ്ക്കും കിട്ടിയിട്ടുണ്ട്. അല്ല, അത് തീർച്ചയായിട്ടും ആ കുടുംബത്തിലെ ഐശ്വര്യത്തിൻ്റെ ഒരു വലിയ ഇത് പത്മജയുടെയിലുണ്ട്. പിന്നെ രാധാകൃഷ്ണൻ ഒരാളെയും ചെറുതായിട്ട് കാണില്ല എന്നുള്ളത്. രാധാകൃഷ്ണൻ അത്തുംഗ ഉച്ചത്തിലിരിക്കുമ്പോൾ പോലും ഒരു കലാകാരനെയും ചെറുതായിട്ട് കാണത്തില്ല രാധാകൃഷ്ണൻ. എല്ലാവരെയും സമതുല്യമായിട്ട് കാണുന്നുള്ളൂ. അപ്പം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം അതായിരുന്നു. നീയൊക്കെ ഒന്നിൻ്റെ പാട്ടിൽ എന്താണെന്നോ കലയിൽ എന്താണെന്നൊന്നും ചിന്തിക്കത്തില്ല, എല്ലാവരെയും ഒരുപോലെ. രാധാകൃഷ്ണൻ അങ്ങ് വളർന്ന് വലിയ അവസ്ഥയിലിരിക്കുമ്പോഴും ഒരാളെയും ചെറുതായിട്ടും കാണത്തില്ല, വലുതായിട്ടും കാണത്തില്ല കേട്ടോ. ഇങ്ങനെ നോക്കത്തില്ല, ഇങ്ങനെ നോക്കത്തില്ല. അതാണ് രാധാകൃഷ്ണൻ ചിലർ പറയാം അഹംഭാവം എന്ന് പറയും. ഞാൻ ഒരുപാട് പേരോട്ട് വഴക്കിടുന്ന ഒരാളാണ്. ജീവിതത്തിൽ ഇന്നേ ഒരു വഴക്കിടാത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ രാധാകൃഷ്ണൻ മാത്രമേ ഉള്ളൂ. ഒരിക്കലും വഴക്കത്തില്ല. പിന്നെ ഞങ്ങൾ ഒരിക്കലും ഇതേവരെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. സ്നേഹം മാത്രമേ ഉള്ളൂ. ആ കുടുംബത്തിലെല്ലാം ഐശ്വര്യമാണ് അതിന്. ഞങ്ങളുടെ അന്നത്തെ കാലത്ത് ഒരു വല്ലാത്തൊരു ഗ്രൂപ്പാണ്. കാരണം ഞങ്ങൾ ബഹുമാനിക്കുന്നവരും നമ്മൾ സ്നേഹത്തോടുകൂടി വിചാരിക്കുന്ന ഒരു പറ്റം കലാകാരന്മാർ. ഈ പത്മരാജൻ്റെ ആദ്യത്തെ പടം പെരുവഴി അമ്പലമാണ്. ഈ പെരുവഴി അമ്പലത്തിൽ അതിനകത്തൊരു പാട്ടെന്ന് പറഞ്ഞ ഒരു കഥാകാലക്ഷേപമാണ്, ദാരികവധം. അത് അന്ന് ഹരിപ്പാട്ട് സരസ്വതി അമ്മാൾ എന്ന് പറഞ്ഞാൽ അന്ന് പ്രശസ്തിയായ ഒരു ഹരികഥാ കാലക്ഷേപം ചെയ്യുന്ന ഹരികഥയാണ്, കഥാപ്രസംഗമല്ല. അവരെ കൊണ്ടുകൂടെ വന്ന് റെക്കോർഡ് ചെയ്യുമായിരുന്നു. അന്ന് ഭരതന് ഇവരൊക്കെ ഒരു എന്താ പറയണ്ടത്, നികുഞ്ച ഹോട്ടലാണത്. അപ്പോൾ അവിടെയാണ് ഇവരെല്ലാം കൂടെ കൂടുന്നത്. ആ സായാഹ്നങ്ങളൊക്കെ വളരെ രസകരമായിരുന്നു. അപ്പോൾ അതിന് ആ ഒരു ഗ്രൂപ്പ് ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിന്റെ ഒരു നല്ല സമയം സിനിമയും അനുഭവിച്ചിരുന്നു. ഇവരെല്ലാവരും സിനിമയിൽ വന്ന കാലഘട്ടമായിരുന്നു. മലയാള സിനിമയുടെ ഏറ്റവും സമ്പന്ന നല്ല നല്ല സിനിമകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. അതിൽ രാധാകൃഷ്ണൻ്റെ കാര്യം എടുത്തു പറയേണ്ട കോൺട്രിബ്യൂഷൻ എന്നാണ്. രാധാകൃഷ്ണൻ ഒരു ടീം സ്പിരിറ്റുള്ള ആളാണ്, സ്വാർത്ഥതയില്ലായിരുന്നു. എനിക്ക് എൻ്റെയാണ്, ഞാൻ മാത്രം വലുതാകണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ടുകൂടാകാൻ രാധാകൃഷ്ണൻ ഈ ഉദ്ദേശിച്ച സ്ഥാനത്ത് എത്തിയില്ല എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നു. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. രാധാകൃഷ്ണൻ എപ്പോഴും എല്ലാവരും സഹകരിപ്പിക്കുക, കൂടെ കൊണ്ടു കിടക്കുക, അത്ര ശക്തമായ ടീം സ്പിരിറ്റുള്ള ആളായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു ദിവസം ചോദിച്ചു തോന്നുന്നു, ചേട്ടനേക്കാളും വയസ്സുകാരാണ്, എന്തുകൊണ്ട് എല്ലാവരും ചേട്ടനെ വിളിക്കുന്നു, എന്തുകൊണ്ട് ഇ.സി. എന്തുകൊണ്ട് പേര് രാധാകൃഷ്ണനെ വിളിക്കുന്നു? ഞാൻ രാധാകൃഷ്ണൻ ആദ്യം കാണും. ഞാൻ 35 കൊല്ലം മുമ്പാണ് രാധാകൃഷ്ണൻ എന്നെക്കാളും ചെറുതായിട്ട്. ഇപ്പോഴും ആ വ്യത്യാസം തോന്നില്ല. എന്നെക്കാളും ഒരു 5-8 വയസ്സിന് മൂത്തായിരുന്നു. നേരത്തെ ചോദിച്ചോളൂ, അന്യത്തെക്കാളും ചെറുപ്പമാണ്. പക്ഷേ അതിൽ കൂടുതൽ എനിക്ക് വന്ന മനസ്സിൻ്റെ അന്ന് പ്രായമാകാതെ ജീവിക്കാനുള്ള ആ ശരിയുണ്ട്. ഇത് ശരിയാണ്. അന്ന് രാധാകൃഷ്ണൻ വിളിച്ചാലും എടാന്ന് വിളിച്ചാലും രാധാകൃഷ്ണൻ പിണങ്ങത്തില്ല. പക്ഷേ എനിക്ക് അത് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഇപ്പോൾ എനിക്ക് തോന്നി. അത് ഞാൻ വിളിച്ചത് നന്നായി എന്നുള്ളൂ. കാരണം എൻ്റെ ഇപ്പോൾ എനിക്ക് അനിയനായിട്ട് കാണാനുള്ള അത്രയും സ്നേഹം അദ്ദേഹത്തോടുണ്ട്. എന്തായാലും വളരെ സന്തോഷകരമായ ഒരു ദിവസം ഇന്ന്. എനിക്ക് പല കാരണങ്ങൾ കൊണ്ടുണ്ട്. എനിക്കുമുണ്ട്. എന്നെ മറന്നില്ലല്ലോ രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ ഈ സുഹൃത്തുക്കളെ കണ്ടുമ്പോൾ ഇതല്ല രാധാകൃഷ്ണൻ്റെ സുഹൃത്ത് ബന്ധങ്ങൾ കേട്ടോ. അല്ല, ഇന്ന് എനിക്ക് ഒരുപാട് പേരെ മനഃപൂർവ്വം വിടേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേരെ വിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സൗകര്യത്തിനും നമ്മുടെ സാങ്കേതികമായ സൗകര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴേ ഒരു പരിമിതിയുണ്ട്. ഇന്ന് തന്നെ ഞാൻ പരിചയപ്പെടാൻ നിമിത്തമായിട്ടുള്ള 1-2 പേര് പറയേണ്ടവരുണ്ട്. രാമകൃഷ്ണ ശർമ്മ എന്നൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഉണ്ട്. പുള്ളി റിട്ടയർ ചെയ്ത് ആലപ്പുഴക്കാരൻ, ഒരു സ്വാമിയുടെ മകനാണ്. പിന്നെ ഒരു പ്രൊഫസറുണ്ട്, മാഷെന്ന് വിളിക്കും. ഇവർ തമ്മിൽ വലിയ ഫ്രണ്ട്സാണ്. രാമകൃഷ്ണൻ മാഷ് എന്ന മാഷുണ്ട്. മഹാദേവൻ തമ്പി വന്നിട്ടുണ്ട്. ഈ 3 പേരും കൂടെ ഉള്ളൊരു ബന്ധം കൊണ്ടാണ് ഞാൻ രാധാകൃഷ്ണനുമായിട്ടുള്ളൊരു സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചത്. അവരെ ഇത്തവണ ഇവിടെ ഓർക്കാതെ പറ്റില്ല.